പറശ്ശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിൽ സുഹൃത്ത് ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി. കഷായത്തിൽ കളനാശിനി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. രണ്ടാം പ്രതിയായ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. മൂന്നാം പ്രതി നിർമ്മൽ കുമാർ തെളിവ് നശിപ്പിക്കുന്നതിൽ പങ്കാളിയായെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. 2022 ഒക്ടോബർ 14-നാണ് ഗ്രീഷ്മ സുഹൃത്തായ ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി നൽകിയത്. 11 ദിവസങ്ങൾക്ക് ശേഷം ഷാരോൺ മരിച്ചു. ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് കൊലപാതകം നടത്തിയത്. 95 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. കൊലപാതകം മരണകാരണമാകുന്ന വിധം വിഷം അകത്തേക്ക് നൽകി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ വിധിച്ചു. എന്നാൽ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെതിരെ ചുമത്തിയ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നുവെന്ന് പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞു. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. ബാക്കി വാദം നാളെയാണ്. മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാർ നായർ തെളിവ് നശിപ്പിച്ചെന്നും കണ്ടെത്തി. അമ്മ സിന്ധുവിനെയും ശിക്ഷിക്കണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. ഇവരെ ശിക്ഷിക്കുന്നു, അവളെ അമ്മയെ ശിക്ഷിക്കുന്നുകൂടെ വിചാരിച്ചിരുന്നു. അതും ഇവിടെ പാവപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ച് കേസ് പോകും. അമ്മേനെയും കൂടെ ശിക്ഷിക്കണമായിരുന്നു. 3 പേരെയും ശിക്ഷിക്കണമായിരുന്നു. 3 പേരും ചേർന്നാണ് എന്റെ പൊന്നുമോനെ, നിഷ്കളങ്കന സത്യസന്ധനമായ എന്റെ പൊന്നുമോനെ കൊന്നു കളഞ്ഞത്. പ്രതികളുടെ ശിക്ഷ നാളെ വിധിക്കും. ഗ്രീഷ്മയെയും നിർമ്മൽ കുമാറിനെയും ജയിലിലേക്ക് മാറ്റി. മീഡിയ 1 തിരുവനന്തപുരം. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ സഹായമൊരുക്കാൻ മധ്യമേഖല ജയിൽ DIG ചട്ടലംഘനം നടത്തിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ബോബിയുടെ 2 സുഹൃത്തുക്കളാണ് DIG അജയകുമാറിനൊപ്പം എത്തിയത്. DIGയുടെ ബന്ധുക്കളടക്കം ജയിലിനുള്ളിലേക്ക് കയറിയിട്ടും ആരുടെയും പേര് സന്ദർശക രജിസ്റ്ററിൽ ഇല്ലെന്നും ADGPക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. വ്യവസായി ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായി തൊട്ടടുത്ത ദിവസമാണ് മധ്യമേഖല ജയിൽ DIG അജയകുമാർ കാക്കനാട് ജില്ലാ ജയിലിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ കണ്ടത്. ജയിലിലെ ഒരു പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ DIG ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം ചെയ്തെന്ന ആരോപണവും പിന്നാലെ ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം. DIG ചട്ടലംഘനം നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തൽ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ ബന്ധുക്കൾക്കൊപ്പമാണ് DIG സ്വകാര്യ വാഹനത്തിൽ ജയിലിലേക്ക് പോയത്. ബന്ധുക്കൾ ജയിലിനുള്ളിലേക്ക് കയറിയതിന് പിന്നാലെ ബോബിയുടെ 2 സുഹൃത്തുക്കളും അവിടേക്കെത്തി. ഇതിലൊരാൾ തൃശൂരിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ്. എന്നാൽ 2 പേരും VIP-കളല്ല. ബോബിയെ കാണാനെത്തിയ ഇവരുടെ പേരുകൾ സന്ദർശക രജിസ്റ്ററിൽ ഇല്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP SP മുഖേന ഇന്റലിജൻസ് ADGPക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് DIG ബോബിയെ കണ്ടതെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ ബോബിക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ പ്രത്യേകിച്ച് ഒരു കണ്ടെത്തൽ നടത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലില്ല. DIGക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജയിൽ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാർ ഇന്നലെ കാക്കനാട് ജയിലിലെത്തി പരിശോധന നടത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. മീഡിയ 1 കൊച്ചി. സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിലായി 4 മരണം. കോട്ടയം വൈക്കത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ ലോറിക്കും ബസ്സിനുമിടയിൽ കാർ കുടുങ്ങി ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃശൂരിൽ ബൈക്ക് അപകടത്തിൽ വയോധികനും മരിച്ചു. കോട്ടയം വൈക്കത്തുണ്ടായ വാഹനാപകടത്തിലാണ് ബൈക്ക് യാത്രികരായ കുടവച്ചൂർ സ്വദേശി വിജീഷ്, പൂച്ചാക്കൽ സ്വദേശി അക്ഷയ് എന്നിവർ മരിച്ചത്. തൃശൂർ പട്ടിക്കാട് ദേശീയപാതയിലെ ഡിവൈഡറിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ചു. അകത്തേത്തറ സ്വദേശി സുരേഷ് കുമാറാണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ ലോറിക്കും ബസ്സിനുമിടയിൽ കാർ കുടുങ്ങി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എലത്തൂർ സ്വദേശി മുഹമ്മദ് മജ്ദൂത്ത് മരിച്ചു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. വിനോദയാത്രയ്ക്ക് പോയ കൊല്ലം ഫാത്തിമ മാതാ കോളേജിന്റെ ബസ് മറിഞ്ഞ് 30 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പത്തനംതിട്ട കടമ്പനാടാണ് അപകടമുണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. റോഡടച്ച് ഗതാഗത തടസ്സമുണ്ടാക്കുന്നതിനെതിരെ നടപടിക്കായി സ്ഥിരം സംവിധാനമുണ്ടാകണമെന്ന് ഹൈക്കോടതി. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ പരിപാടിക്കും ശേഷം കോടതിയലക്ഷ്യ നടപടിയെടുക്കാനാവില്ല. വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് റോഡിൽ സ്റ്റേജ് കെട്ടിയ AITUC പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സ്റ്റേജ് പൊളിച്ചു നീക്കാൻ പ്രവർത്തകർക്ക് ബിനോയ് വിശ്വം നിർദ്ദേശം നൽകി. AITUCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് ബിനോയ് വിശ്വം പൊട്ടിത്തെറിച്ചത്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭ ആചാര പരിഷ്കരണ യാത്ര നടത്തി. ശ്രീനാരായണ ഗുരു പാർക്കിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നതിന് അനുവദിക്കുക, നിയമനങ്ങളിൽ ജനസംഖ്യാനുപാതികമായി സംവരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യാത്ര. പ്രാർത്ഥനായജ്ഞം നടത്തിയ ശേഷം ദേവസ്വം അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചു. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. ആനയും വെടിമരുന്ന് പ്രയോഗവും ഒഴിവാക്കി ഉത്സവങ്ങൾ നടത്തണമെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളും വ്യവസായശാലകളും ആശുപത്രികളും വായനശാലയും പ്രസംഗമണ്ഡപവും പൂന്തോട്ടവും ഒക്കെ നിർമ്മിക്കണമെന്ന് ഗുരുദേവൻ കൽപ്പിക്കുകയും ഗുരുദേവൻ സ്ഥാപിച്ച മിക്കവാറും ക്ഷേത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടും ഇവിടുത്തെ ദേവസ്വം ബോർഡ് അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഈ ഒരു പരിഷ്കാരം ഇതുവരെയും നടപ്പിലായിട്ടില്ല. അങ്ങനെയുള്ള പരിഷ്കൃതി ഉണ്ടാകുമ്പോഴാണ് ഒരു ജനസമൂഹത്തിന് സമഗ്രമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നത്. 10 നാളായി വയനാട് പുൽപ്പള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തിയ കടുവ ഒടുവിൽ കൂട്ടിലായി. മയക്ക് വെടിവെച്ച് പിടികൂടാൻ വനം വകുപ്പ് കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് തൂപ്രയ്ക്ക് സമീപം സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. 8 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് പിടിയിലായത്. കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റിയ കടുവ പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും. പുൽപ്പള്ളിയിലെ അമരക്കുനി, തൂപ്ര, ദേവർഗദ്ദ, ഊട്ടിക്കവല പ്രദേശങ്ങളിൽ 10 ദിവസമായി ഭീതി വിതയ്ക്കുന്ന കടുവ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തൂപ്രയ്ക്ക് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ടത്. വ്യാഴാഴ്ച പകൽ ഡ്രോൺ ക്യാമറ വരെ ഉപയോഗിച്ച് RRT സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ രാത്രി 7:30യോടെ കടുവ ദേവർഗദ്ദ, തൂപ്ര റോഡ് മുറിച്ചു കടക്കുന്നത് കാർ യാത്രികർ മൊബൈലിൽ പകർത്തി. നാട്ടിലിറങ്ങിയതു മുതൽ 10 ദിവസത്തിനിടെ 5 ആടുകളെ കടുവ കൊന്നിരുന്നു. കുങ്കിയാനകളെ എത്തിച്ചും കൂടുകൾ സ്ഥാപിച്ചും കടുവയെ പിടിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് മയക്കുവെടി വെക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും അമരക്കുനിക്കടുത്തുള്ള വിദ്യാലയങ്ങൾക്ക് അവധി നൽകുകയും ചെയ്തിരുന്നു. 5 കൂടുകളിലാണ് കടുവയ്ക്കായി കെണിയൊരുക്കിയത്. പ്രദേശത്ത് നിലവിൽ 32 ക്യാമറ ട്രാപ്പുകളും 2 ലൈവ് ക്യാമറകളും തെർമൽ ഡ്രോണുകളും നോർമൽ ഡ്രോണുകളും ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെയാണ് കടുവ കൂട്ടിലായത്. മീഡിയ 1 വയനാട്. ബി അശോക് IASനെ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ച സർക്കാർ നടപടിക്ക് തിരിച്ചടി. ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. തന്നെ നിയമിച്ചത് സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ബി അശോകിന്റെ ഹർജിയിലാണ് നടപടി. സ്റ്റാറ്റസ് കോ നിലനിർത്താൻ നിർദ്ദേശിച്ചതോടെ അശോകിന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാനാവും. ഒരു ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്ത് നിയമിക്കുമ്പോൾ അയാളുടെ അനുമതി ആവശ്യമാണ്. ഇത് പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് അശോകിന്റെ വാദം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും പരിഗണിച്ചില്ല. ഇതിനിടയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ. കോട്ടയം പാലായിൽ 9ാം ക്ലാസ്സുകാരന്റെ നഗ്ന വീഡിയോ പ്രചരിപ്പിച്ചതായി പരാതി. സഹപാഠികൾ ബലം പ്രയോഗിച്ച് നഗ്നനാക്കിയ ശേഷം വീഡിയോ പകർത്തി പ്രചരിപ്പിച്ചു. അതിക്രമം നേരിട്ട വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി. മുൻപും സഹപാഠികൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു. പരാതി പരിശോധിക്കുമെന്ന് പാലാ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ സ്കൂൾ അധികൃതരും അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ CWC പോലീസിനോട് റിപ്പോർട്ട് തേടി. മണ്ണാർക്കാട് നബീസ കൊലപാതക കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. പേരക്കുട്ടി ബഷീറും ഭാര്യ ഫസീലയും ചേർന്നാണ് തോട്ടര സ്വദേശിയായ നബീസയെ കൊലപ്പെടുത്തിയത്. 2016ലാണ് കേസിനാസ്പദമായ സംഭവം. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകിയിട്ടും നബീസയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് മനസ്സിലായതോടെ പ്രതികൾ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം വഴിയരികിൽ ഉപേക്ഷിച്ചു. പ്രതികൾ തന്നെ തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പ് നബീസയുടെ സഞ്ചിയിൽ നിന്നും കിട്ടിയതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. നേരത്തെ മറ്റൊരു കേസിൽ പ്രതിയായ ഫസീലയ്ക്ക് വീട്ടിലേക്ക് വരാൻ നബീസ തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണം. ഇരുവർക്കുമുള്ള ശിക്ഷ നാളെ മണ്ണാർക്കാട് കോടതി വിധിക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,390 രൂപ, പവൻ 59,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,140 രൂപ, പവന് 49,120 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ.